വേറിട്ട കാഴ്ചകളും വ്യത്യസ്തതയായിരുന്ന രുചികളും തേടിയുള്ള ട്രാവൽ ഓർ മീൽസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രുചികരമായ ഒരു റെസിപ്പിയുമായിട്ടാണ്. പെട്ടെന്ന് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഉച്ചയൂണിന് ഒരു കറിയായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു റെസിപ്പിയാണ്. അതിൻ്റെ ആവശ്യത്തിലേക്കായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 ലിറ്റർ തൈരാണ്. അത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായാലും വീട്ടിലുണ്ടാക്കുന്നതായാലും പുളിയില്ലാത്ത തൈര് എടുക്കുക. കട്ട ഉടയാതെ അത് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്ത് നമുക്കൊരു സൈഡിലേക്ക് വെച്ച് നമുക്ക് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂണോളം ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു വറ്റലമുളക് 3ആയി മുറിച്ച് നമുക്ക് അതിൻ്റെ സീഡും കൂടി ചേർത്ത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് മുരിഞ്ഞു വരുന്ന പരുവത്തിൽ നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് നീളത്തിലരിഞ്ഞ ഇഞ്ചിയാണ്. ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുത്ത് ഇഞ്ചി ഒന്ന് വഴറ്റി ഇഞ്ചിയുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി അതും നീളത്തിലരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം നമുക്കൊരു 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റി അതിൻ്റെ ഏകദേശം പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് പച്ചമുളക് നടുവെ കീറി ഒരു 3 പച്ചമുളക് എരിവുള്ളതോ എരിവില്ലാത്തതോ ആയത് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഓപ്ഷനാണ്. അതിനുശേഷം ഒരു മീഡിയം സവോള നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചപ്പ് ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു ചെറിയ തക്കാളി അത് നീളത്തിലരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതായത് തക്കാളിയും സവോളയും നന്നായി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് പച്ചയായിട്ടിരിക്കും, കറികറിയായിട്ടിരിക്കും. അതുകൊണ്ട് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്ത് വളരെ നന്നായി ഇതൊന്ന് ഇളക്കണം. ഇളക്കി അതിലേക്ക് നന്നായി വഴന്ന് വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് കളർ കിട്ടാനും എരിവ് കുറവുമാണ്. അതിനാലാണ് കാശ്മീരി ചില്ലി ചേർക്കുന്നത്. എരിവ് ഇഷ്ടമുള്ളവർക്ക് ചില്ലി പൗഡർ മാറ്റി നമ്മൾ സാധാ ചില്ലി പൗഡർ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് നന്നായി ഒന്ന് ഇളക്കി അത് മസാലയെല്ലാം ഒന്ന് മിക്സായി വരുന്ന പരുവത്തിൽ നമുക്ക് അത് നമ്മുടെ അടുപ്പിൽ നിന്ന് ഓഫ് ചെയ്ത് മാറ്റി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തൈരിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ചൂടാക്കുന്നൊന്നുമില്ല. അപ്പം ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി അപ്പം നമുക്ക് ആവശ്യമാണെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് എടുക്കണം. ഇത് നിങ്ങൾക്ക് വീട്ടിൽ പെട്ടെന്നുണ്ടാക്കാം. ഇപ്പോൾ വിരുന്നുകാരൊക്കെ വന്നു, നമുക്ക് പെട്ടെന്ന് കറികൾ കുറവാണ്, നമുക്ക് പെട്ടെന്നൊരു കറിയായിട്ട് തന്നെ എടുക്കാം. ഇത് നമ്മൾ സാധാരണ പുളിശ്ശേരിയോ പച്ചമോരോ അല്ലെങ്കിൽ പച്ചടിയോ ഉണ്ടാക്കുന്ന വിധത്തിലല്ല. ഇത് ഈസിയായിട്ട് നിങ്ങൾക്കുണ്ടാക്കാം, പെട്ടെന്നുണ്ടാക്കാം. ബാച്ചിലേഴ്സിനും വീട്ടമ്മമാർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മനോഹരമായ ഒരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് തുടർന്നുള്ള വീഡിയോകൾക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻസ് നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയോട് നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പിയും നല്ല നല്ല യാത്രകളുമായി കണ്ടുമുട്ടാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടും വൈൻഡപ്പ് ചെയ്യുന്നു. സ്നേഹപൂർവ്വം ലിജു.